So I was very happy to attend this session. First of all, I would like to thank Dr. Murshid Bhai and Dr. Abdurrahman, who were instrumental in connecting me with your initiative. I think there are many non-Malayali students over here. I'm right? Yeah, and so I have prepared my lecture in Malayalam. I think I will try to speak to deliver my lecture in both English and Malayalam, and I will try to say something in Urdu. If there are some grammar mistakes, I think you won't mind. Okay. I was 9 years. My MA, MPhil, PhD was in Jawaharlal Nehru University, New Delhi. So my learning of Urdu was from that 9 years. I think I'll try to make sense in some few words in Urdu. ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ചെറിയ കുറച്ച് പുതിയ തോട്ട്സ് ഒരു ചിന്തിക്കാൻ വേണ്ടിയുള്ള ചില ഇൻപുട്ടുകൾ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു പുതിയൊരു ട്രെൻഡ് അല്ലെങ്കിൽ പുതിയൊരു ഫേവർ, ഒരു പുതിയൊരു ഉണർവ്, ആ ഉണർവ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രഡീഷനുമായി ഉണ്ടാകുന്ന ആ ഉണർവിലേക്ക് ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടോക്സൊക്കെ കേട്ടു. ഓക്കെ, അപ്പം പുതിയ എന്തെങ്കിലും കുറച്ച് തോട്ട്സ് അവതരിപ്പിക്കാൻ, നിങ്ങൾ കുറച്ച് എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞാൻ സെഷൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് ഗ്രീക്കോ യുനാനി മെഡിക്കൽ ട്രഡീഷൻ കേരള. എൻ്റെ ആക്ച്വലി എൻ്റെ PhD ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് ബിഹേവിയർ ഓഫ് മുസ്ലിംസ് ഇൻ കേരള എന്നുള്ള വിഷയമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഹെൽത്ത് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് പൊതുവെ ഇന്ത്യയിൽ എങ്ങനെയാണ് യുനാനി മെഡിസിൻ വന്നത്, അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഒക്കെ റെസ്പോണ്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഹക്കീംസ് അല്ലെങ്കിൽ ഹക്കീംസ് ഫാമിലി, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ഹക്കീംസ് ഫാമിലി അല്ലെങ്കിൽ യുനാനി ഫാമിലി എങ്ങനെയാണ് അവിടെ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചുകളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് എങ്ങനെയാണ് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരു സൗത്ത് ഇന്ത്യയിലേക്കുള്ളൊരു ചാനൽസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലുള്ള ഞാൻ ഇപ്പോൾ യുനാനിയെക്കുറിച്ചുള്ള ബുക്സൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ ആളുകളോടൊക്കെ കേരളത്തിലെ യുനാനിയെക്കുറിച്ച് ബുക്സ് അന്വേഷിക്കുമ്പോൾ കേരളത്തിലുള്ള യുനാനി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ മെഡിസിൻ എങ്ങനെയാണ് എന്നുള്ള ബുക്കുകളാണ്. നേരെ മറിച്ച് ദ ഹിസ്റ്ററി ഓഫ് യുനാനി ഇൻ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ബുക്സ് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള അത്തരം മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി സീ ദാറ്റ് ദോസ് ചേഞ്ചസ് ആൻഡ് the encounters and the engagements that we see in North India, can we see the remnants in Kerala? അപ്പോൾ അത് വലിയൊരു അന്വേഷണം ഞാൻ പറയുന്നത് വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴിയിലൂടെ കടന്നു പോകുന്നു. പക്ഷേ അതൊരു പൂർണ്ണാർത്ഥത്തിൽ ആ ഒരു ചരിത്രം കണ്ടെത്താൻ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് യുനാനി അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റുകളുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. We can see some different perspectives and debates on how can we approach Unani in related with the state and ongoing coming of a British and the changes that happened there. അപ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ ചില സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പഠന വിഭാഗത്തിൽപ്പെട്ട ഗ്യാൻ പ്രകാശിനെ പോലത്തെ ആളുകൾ, അല്ലെങ്കിൽ ഡേവിഡ് അർണോൾഡ് എന്ന് പറയുന്ന ഒരു സ്കോളറുണ്ട്, അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് മെഡിസിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ഇൻഡിജിനസ് സിസ്റ്റങ്ങളും തകർക്കപ്പെടുകയും അതിനുമേൽ അവരെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഡോമിനൻസ് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഹെജ്മണി, രാഷ്ട്രീയപരമായിട്ടുള്ള അധീശത്വം അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് മെഡിസിനിലൂടെ. അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്ഡ് ആസ് എ നോളജ് സിസ്റ്റം ത്രൂ വിച്ച് ബ്രിട്ടൻസ് ട്രൈ ടു ഡോമിനേറ്റ് ബ്രിട്ടൻ ട്രൈ ടു ഹെജ്മണൈസ് ദെയർ പവർ ഓവർ ദി സബ്ജക്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള മെഡിസിനെ ഒരു ഈസ്റ്റേൺ ആയിട്ടുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, അപ്പോൾ മെഡിസിൻ ഓൾസോ വർക്ക്ഡ് ആസ് എ സിംബൽ ഓഫ് പവർ, എ സിംബൽ ഓഫ് വെസ്റ്റേൺ പവർ എന്നുള്ളതാണ് ചില ആളുകൾ ആർഗ്യൂ ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾ, സീമ അലവിയെ പോലത്തെ ആളുകൾ, എൻ്റെ MPhil ഡെസർട്ടേഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സീമ അലവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി പ്രൊഫസറാണ്. അവരെൻ്റെ MPhil തീസിസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്കോളറായിരുന്നു, എക്സ്റ്റേണലായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള സ്കോളറാണ്.
അവരുടെ ഒരു ഇസ്ലാം ആൻഡ് ഹീലിംഗ് എന്ന ചിലർ കണ്ടിട്ടുണ്ടാവും, ഇസ്ലാം ആൻഡ് ഹീലിംഗ് എന്നുള്ളൊരു ബുക്കുണ്ട്. അപ്പോൾ ഈ സീമ അലവിയെ പോലത്തെ ആളുകൾ നിലപാടെടുക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ മെഡിസിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിനോ ഇന്ത്യക്കാരുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല. ദർ വാസ് സം ലിമിറ്റേഷൻസ്. പറ്റിയിട്ടില്ലാതെ മാത്രമല്ല, അതിൻ്റെ വരവോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന ഹക്കീംസ് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വൈദ് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സൊക്കെ അതിനോട് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്യുകയും സെലക്റ്റീവ്ലി അപ്രോപ്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ വെസ്റ്റേൺ മെഡിസിൻ എടുക്കുകയും എന്നാൽ അവർ പൂർണ്ണമായിട്ടും ബ്രിട്ടൻ വഴിപ്പെടാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മെഡിക്കൽ ട്രഡീഷൻസിനെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാനും പ്രിസർവ് ചെയ്യാനും ശ്രമിച്ചു എന്നുള്ള ചില നിലപാടുകളാണ് സീമ അലവിയെ പോലത്തെ ആളുകൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവ് എടുത്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിംവർക്കായിട്ട് ഞാൻ എന്താ പറയുക എടുക്കാൻ ശ്രമിക്കുന്നത് സീമ അലവിയുടെ ആ ഒരു പെർസ്പെക്റ്റീവാണ്. അതെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിലേക്ക് പോയി നോക്കുമ്പോൾ ബ്രിട്ടൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ മോഡേണിറ്റിയുടെ വരവോടുകൂടി കൊളോണിയലിസത്തിൻ്റെ വരവോടുകൂടി അതിനുശേഷം സംഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള നാഷണലിസം ഡിസ്കോഴ്സിനോടൊക്കെ എങ്ങനെയാണ് അവിടെയുള്ള യുനാനി ഫാമിലികൾ റെസ്പോണ്ട് ചെയ്തത്, അവരെങ്ങനെയാണ് മാറ്റിയെടുത്തത്, അവരെങ്ങനെയാണ് എന്നെ റീകോൺഫിഗർ ചെയ്തത് എന്നാണ്. ആ ബുക്കിൻ്റെ പേര് തന്നെ ലോസ് ആൻഡ് റിക്കവറി ഓഫ് ഇന്തോ ഇസ്ലാമിക് മെഡിസിൻ ആൻഡ് എന്താ പറയുക റീകോൺഫിഗറിങ്, എങ്ങനെയാണ് അവരെ റീകോൺഫിഗർ ചെയ്തത് എന്നുള്ളതാണ്. അതായത് യുനാനിക്ക് അകത്ത് തന്നെയുള്ള ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വന്നുകൊണ്ട് മെഡിസിനെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് യുനാനി പ്രാക്ടീസ് ചെയ്യുന്ന യുനാനി പ്രാക്ടീസിങ് കമ്മ്യൂണിറ്റിക്കകത്ത് അതുപോലെ തന്നെ യുനാനി ഫാമിലിക്കകത്ത് എങ്ങനെയാണ് അവർ സ്വയം മാറ്റിയെടുത്തത്, അവരെങ്ങനെയാണ് അതിനോട് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, സോ മലയാളം മനസ്സിലാവാത്തവർക്ക് ഈ ഒരു സംഗതി എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ സമയമില്ലാത്ത സമയത്ത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഓടിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മലയാളം ടോക്ക് മനസ്സിലാത്തവർക്ക് അത് PPT കണ്ട് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാവാത്ത പിന്നെ അവസാനം ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങൾ എന്താണ്, ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും യുനാനി എന്ന് പറയുന്നത് ശരിക്കും ഒരു പൂർണ്ണമായിട്ട് ഒരു ഗ്രീക്കോ അറബ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് മെഡിക്കൽ സിസ്റ്റം മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഒരു പ്ലൂറൽ മെഡിക്കൽ ട്രഡീഷൻ്റെ ഭാഗമാണോ? 2012 വി സുജാത അതുപോലെ തന്നെ ലീന അബ്രഹാമിക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ പേര് മെഡിക്കൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ എന്നൊക്കെയാണ്. അതും ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വർക്കാണ് മെഡിക്കൽ പ്ലൂറലിസം ഇന്ത്യ എന്നുള്ള വർക്കും ഗൈ അറ്റ്വലിൻ്റെ റീഫിഗറിങ് യുനാനി തിബിൻ ഇന്ത്യ എന്നുള്ള ബുക്കും അതുപോലെ തന്നെ സീമ അലവിയുടെ ഇസ്ലാം ആൻഡ് ഹീലിംഗ് എന്നുള്ള ബുക്കും. അപ്പം യുനാനി എന്നാൽ ശരിക്കും ഒരു ഗ്രീക്കോ അറബ് ഇസ്ലാം ട്രഡീഷൻ മാത്രമാണോ അതോ ഒരു പ്ലൂറൽ ട്രഡീഷനാണോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ എങ്ങനെയാണ് യുനാനി മറ്റ് സ്ട്രീംസ് ഓഫ് നോളജ്, അതായത് ആയുർവേദ, അതുപോലെ തന്നെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, അതുപോലെ തന്നെ പേർഷ്യൻ കൈൻഡ് ഓഫ് നോളജ് അല്ലെങ്കിൽ പേർഷ്യൻ ഐഡിയ ഓഫ് കൾച്ചർ, പേർഷ്യൻ ഐഡിയ ഓഫ് വിർച്യൂ, ഇതിനൊക്കെ എങ്ങനെയാണ് യുനാനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്, എക്സ്ചേഞ്ച് എങ്ങനെ നടന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് യുനാനി കൊളോണിയൽ മോഡേണിറ്റിയോട് റെസ്പോണ്ട് ചെയ്തത്, കൊളോണിയൽ മോഡേണിറ്റിയുടെ വരവോടുകൂടി യുനാനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ലേറ്റ് കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ദേശീയതയുടെ എന്താ പറയുക ഒരു റിസർജൻസ്, ദേശീയതയുടെ അതിപ്രസരം, അതിനോടൊക്കെ എങ്ങനെയാണ് യുനാനി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യുനാനി ഫാമിലി അതിനോട് റെസ്പോണ്ട് ചെയ്തത്, അതിനനുസരിച്ച് എങ്ങനെയാണ് അവരുടെ പ്രാക്ടീസിനെ അവർ മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പോളിസി, നമുക്കറിയാം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പോളിസി എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റമാണ്. അത് നമ്മൾ എല്ലാ മെഡിസിനും ഒരുപോലെയാണെന്ന് പറയുമെങ്കിലും അല്ലെങ്കിൽ യുനാനി, ആയുർവേദ, സിദ്ധ, ഹോമിയോ ഒക്കെ ആയുഷിൻ്റെ കീഴിൽ വരുമെങ്കിലും അതിൽ ചില സെലക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഞാനത് ചിലപ്പോൾ ലെക്ചറിൽ സൂചിപ്പിക്കും. നിഷാദ് കൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാമിയ മില്ല യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സോഷ്യോളജി അസോസിയേറ്റ് പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട് ഈ കമ്മ്യൂണലൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണലിസം ആൻഡ് യുനാനി എന്നുള്ളത്. ആ ആർട്ടിക്കിൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന വിഷയം എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെയുള്ള സ്റ്റേറ്റ് പോളിസിയിൽ ഈ ആയുർവേദത്തിനോട് കുറച്ചും കൂടി കൂടുതൽ ഒരു കമ്മ്യൂണലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു ഹിന്ദു മെഡിസിനായിട്ട് അവതരിപ്പിക്കുകയും യുനാനി ഒരു മുസ്ലിം മെഡിസിനായിട്ട് അവതരിപ്പിക്കുകയും കൂടുതൽ സ്റ്റേറ്റ് എൻഡോഴ്സ്മെൻറ്റ് ആയുർവേദത്തിൻ്റെ ഭാഗത്ത് പോവുകയും ചെയ്യുന്നത്. സോ കമ്മ്യൂണലൈസേഷൻ ഓഫ് മെഡിസിൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനോട് എങ്ങനെയാണ് യുനാനി റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം അറിയേണ്ട വിഷയമാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം,
അപ്പോൾ നിഷാദ് ഖൈസറിനെ പോലത്തെ ആളുകൾ അങ്ങനെ ഒരു കമ്മ്യൂണലൈസേഷൻ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ തിബ്ബ് യുനാനി കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയാണ് വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അദ്ദേഹം പറയുന്ന വിഷയം എന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ യുനാനിയെ പ്രോത്സാഹിപ്പിക്കുക വഴി സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അദ്ദേഹം യുനാനി തിബ്ബിനെ അങ്ങനെ അതിൻ്റെ ഒരു സിസ്റ്റത്തെ എൻഡോഴ്സ് ചെയ്യുന്ന രൂപത്തിലല്ല ഗാന്ധിജി നിലപാടെടുത്തതെന്ന് അദ്ദേഹം നിഷാദ് ഖൈസർ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കുക, അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണലൈസേഷൻ ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂണലിസം ഓഫ് മെഡിസിൻ കേരളത്തിലുണ്ടോ എന്നുള്ളത് ഞാൻ അവസാന ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ലീന അബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കോളറുണ്ട്, ലീന അബ്രഹാം. അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആയുർവേദ ആസ് എ കൾച്ചർ ഇൻ കേരള. ആ ആർട്ടിക്കിളിൽ ലീന അബ്രഹാം പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണലിസം ഓഫ് മെഡിസിൻ കേരളത്തിൽ കാണാൻ കഴിയില്ല. കേരളം എന്ന് പറയുന്ന ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്പേസാണ്, ഒരു യുണീക്കായിട്ടുള്ള ഒരു മെഡിക്കൽ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ മുസ്ലിം വൈദ്യേഴ്സ് ഉണ്ട്, ക്രിസ്ത്യൻ വൈദ്യേഴ്സ് ഉണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാട് ആയുർവേദ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം എന്ന് പറയുന്ന ഒരു ഹിന്ദു മെഡിസിൻ ഒന്നുമല്ല. ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉസ്താദ് അല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ കൊങ്കണം വീട്ടിൽ എന്ന് പറയുന്ന ഒരുപാട് ഉസ്താദുമാർ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അവരൊക്കെ ആയുർവേദത്തെക്കുറിച്ചും ഒറ്റമൂലിയെക്കുറിച്ച് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ളവരാണ്. ഈവൻ അറബി മലയാളത്തിൽ ഒരുപാട് കിതാബുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആയുർവേദ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം എന്താ പറയുക കമ്മ്യൂണലിസം ഒരിക്കലും കേരളത്തിൽ അത്തരത്തിലുള്ളൊരു ഡിവിഷൻ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കൾച്ചർ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കും. സോ ഞാൻ പറഞ്ഞ അത്തരമൊരു കോണ്ടെക്സ്റ്റിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണലിസം ഇല്ല എന്ന് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ അവകാശപ്പെടുന്ന കേരളത്തിൽ യുനാനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു റേഷണൽ സയൻറ്റിഫിക് മെഡിസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ വളരെ നിരവധിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ ഭാരതത്തിലുള്ള പോളിസികൾ എങ്ങനെയാണ് യുനാനിയെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഞാനിങ്ങനെ നേരത്തെ അത്തരത്തിലുള്ള സാധ്യത പറയുമെങ്കിൽ നിങ്ങൾ ആയുഷിൻ്റെ ഒരു പോളിസി ഡോക്യുമെൻ്റ് ഒന്ന് എടുത്ത് നോക്കുക. ആ പോളിസി ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണ് യുനാനിയെയും ആയുർവേദം കാണുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതൊരു വ്യത്യസ്തമായ രീതിയിലാണ്, വളരെ വിവേചനപരമായിട്ടാണ് യുനാനിയെ സമീപിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഈ ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ബെഡിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ശതമാനം മാത്രമേ മറ്റ് ആയുർവേദ സിദ്ധ പിന്നെ യുനാനി ഒക്കെ ഉള്ളൂ. മറിച്ച് ഒരു 99 അല്ലെങ്കിൽ 95% ഓഫ് ദി മെഡിക്കൽ കെയർ ഇൻസൈഡ് ദി ആയുഷ് ഗോസ് ടു ആയുർവേദ എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതും നമ്മൾ കാണണം. പക്ഷേ എങ്കിലും ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു മെഡിക്കൽ ഡിസ്കോഴ്സ് നടക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടമാണ് കേരളം എന്ന് നമുക്ക് അത് കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ യുനാനിയെ അസേർട്ട് ചെയ്തത്, അവരുടേതാക്കി മാറ്റിയത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് യുനാനി ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ട്, അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, യുനാനി എന്നത് എത്ര തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതൊരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു മെഡിസിനായിട്ട് നിലകൊള്ളുന്നത് because the Unani was part of Indian society, because the Unani was the inherent part of Indian society എന്നുള്ളതാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ സംസ്കാരവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം ആയതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും അതിനെ തകർക്കാൻ പറ്റാതെ പോയത് എന്നുള്ളത് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സീമാലവിയെ പോലത്തെ ആളുകൾ പറയുന്നത് വെച്ചാൽ ഈ ഓറിയൻ്റലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യൻ സയൻസും മെഡിസിനൊക്കെ എന്താണ് ഇവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം റൂളിൻ്റെ കാലഘട്ടം അങ്ങനെയാണല്ലോ. ഈ ചരിത്രത്തെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കാണുമ്പോൾ പൊതുവെ പറയപ്പെടുന്ന എന്താണ്, മിഡീവൽ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ കാലഘട്ടമാണ്, അവിടെ മെഡിസിനും അതൊന്നും ത്രൈവ് ചെയ്തില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ ഹിസ്റ്റോറിയൻസ് ഓഫ് എന്താ പറയുക ഐഡിയാസ്, ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷനൊക്കെ പറയുന്നത്. അത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണണം. അതെ, അപ്പോൾ നമ്മളൊരു മഹനീയമായിട്ടുള്ള ഗ്രീക്ക് പീരീഡ്, അതിനുശേഷം പൂർണ്ണമായിട്ടും ഗ്രീക്ക് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു മിഡീവൽ കാലഘട്ടം നഷ്ടമായി പോയി. മിഡീവൽ ഏജ് വാസ് ദ ഏജ് ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് സയൻസ് എന്നുള്ള അതാണ് പൊതുവെ ഓറിയൻ്റലിസ്റ്റിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
ഇന്ത്യയിൽ മുസ്ലിം ഭരണകാലത്ത് അതുപോലെ തന്നെ മുസ്ലിം കാലഘട്ടത്തിൽ മിഡിവൽ കാലഘട്ടത്തിൽ ഒരുപാട് വി ക്യാൻ സി സയൻസ് ടെക്നോളജി മെഡിസിൻ മേഖലയിലേക്ക് ഒരുപാട് പ്രോഗ്രസ് നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രീ മോഡേൺ ഇന്ത്യയിൽ, അതായത് മുഗൾ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഡൽഹി സുൽത്താനേറ്റ് അതിനുശേഷം മുഗൾ കാലഘട്ടം എന്ന് പറയുന്ന മിഡിവൽ കാലഘട്ടത്തിൽ തന്നെ പ്രീ മോഡേൺ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വി ക്യാൻ സീ ദ പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അത് ഓറിയൻ്റലിസ്റ്റുകൾ അവരുടെ ഓറിയൻ്റലിസ്റ്റ് കണ്ണിലൂടെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രോഗ്രസ് കാണാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഗൾ മെഡിക്കൽ ട്രഡീഷൻ നമുക്കിനി മനസ്സിലാക്കാറുണ്ട്. അതിനൊരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ മിഡിവൽ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ മിഡിവൽ കാലഘട്ടം അതിനു മുമ്പ് ഇസ്ലാം ആവിർഭവിച്ച ആ ഒരു കാലഘട്ടം മുതൽ തന്നെ വന്നിട്ടുള്ള ഇന്ത്യൻ സമൂഹവുമായി ഉള്ള യുനാനി മെഡിക്കൽ ട്രഡീഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു അഭേദ്യ ബന്ധമാണ് ഇപ്പോഴും മുഗൾ കാലഘട്ടം തകർന്നതിന് ശേഷവും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. നെക്സ്റ്റ്. അപ്പോൾ പക്ഷേ നമ്മൾ കാണുന്നത് മുഗൾ കാലഘട്ടത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഒരു യുനാനി എന്നുള്ളത് ഒരു കൾച്ചർ എന്ന നിലയിൽ നിന്നും പിന്നെ അതൊരു സയൻറ്റിഫിക് സിസ്റ്റമാക്കി ഒരു ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു മാറ്റം നമുക്ക് 18-ാം നൂറ്റാണ്ടിൽ കാണുന്നുണ്ട്. അത് യുനാനി മെഡിക്കൽ ഫാമിലികളും അതുപോലെ തന്നെ യുനാനി മുസ്ലിം ഇൻ്റലക്ച്വൽസും നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം 18-ാം നൂറ്റാണ്ടോടുകൂടി പല റീജിയണൽ സ്റ്റേറ്റുകളും അവരുടെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഒരുപാട് മാറ്റം സംഭവിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് യുനാനി മെഡിക്കൽ ഫാമിലീസും ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതായത് അവരുടെ ഫാമിലിയിലുണ്ടായിരുന്ന അറിവുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുവരെ യുനാനി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഒരു മുഗൾ കോർട്ട് കൾച്ചർ, അവരുടെ ഒരു രാജകീയ കൾച്ചറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പേർഷ്യൻ ട്രഡീഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റേഷണൽ സിസ്റ്റമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഫാമിലികൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനവർ ചെയ്തതെന്ന് വെച്ചാൽ, അതുവരെ ഒരു മുമ്പ് അറബിയിലുണ്ടായിരുന്നത് പിന്നെ പേർഷ്യനിലേക്ക് മാറി. ആ പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ടിരുന്ന പല ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു, അറബിക്കിലേക്ക് വീണ്ടും അതിലേക്ക് മാറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അവർക്കൊരു ലിറ്റററി കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു മെഡിക്കൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് പ്രിസർവ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്കറിയാം ഒരുപാട് ട്രാൻസ്ലേഷൻസ് നടന്നിട്ടുണ്ട്. പിന്നെ അവിസന്ന, ഹിപ്പോക്രറ്റസ്, ഗലൻ്റൊക്കെ പിന്നെ അത്തരം അവരുടെ ബുക്കുകളൊക്കെ പേർഷ്യയിലുണ്ടായിരുന്ന പല ബുക്കുകളും അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് യുനാനി മെഡിസിൻ ഒന്നുകൂടി കൂടുതൽ സയൻറ്റിഫിക് ആകാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെ ഒരു 18-ാം നൂറ്റാണ്ടോടുകൂടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫോർമേഷൻ ഓഫ് പുതിയ ഒരു മെഡിക്കൽ കമ്മ്യൂണിറ്റി രൂപപ്പെടുകയാണ്. അതായത് അറബി ഭാഷ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ മെഡിക്കൽ കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു എന്നാണ് സീമ അലവി നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു മുഗൾ ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കാതെ അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രഡീഷനായി നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് യുനാനി ഫാമിലീസൊക്കെ ചെയ്തതെന്ന് പറയുന്നു. നെക്സ്റ്റ്. പിന്നെ നമുക്കറിയാം ഈ കൊളോണിയലിസത്തിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അതായത് അധിക പേരും പറയുന്നത് വെച്ചാൽ എന്താ പറയുക, കൊളോണിയൽസിൻ്റെ വരവോടുകൂടി, ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇവിടെ ഒരു മെഡിക്കൽ എൻകൗണ്ടർ തന്നെ നടന്നു. കൊളോണിയൽ സയൻസിൻ്റെ ഒരു സ്റ്റേറ്റ് പവറായിട്ട് മാറി. അവർക്ക് മറ്റുള്ളതൊക്കെ തകർക്കാൻ ശ്രമിച്ചു. ബെർണാഡ് കോഹൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡേവിഡ് ആർണോൾഡൊക്കെ പറയുന്ന അതാണ്. പക്ഷേ ഞാൻ പിന്നെ സീമ അലവിയെ പോലത്തെ ആളുകൾ നിലപാടെടുക്കുന്നത് അങ്ങനെ ഒരിക്കലും പൂർണ്ണമായി തകർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിലപാടാണ്. നെക്സ്റ്റ് വൺ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഡേവിഡ് ആർണോൾഡൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തെ, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റേറ്റൊക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ കൊളോണൈസ് ചെയ്യുക, ഇന്ത്യയെ കോളനിവൽക്കരിക്കുക എന്ന് മാത്രമല്ല, അതോടുകൂടെ തന്നെ നമ്മുടെ ശരീരങ്ങളെയും കോളനൈസ് ചെയ്യുക എന്നുള്ള കൂടിയായിരുന്നു. അപ്പോൾ നമ്മളുടെ മെഡിക്കൽ ട്രഡീഷൻ നമ്മൾ അതിലേക്ക് കടന്നു കയറി അവരുടെ മെഡിക്കൽ ട്രഡീഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗ്യാൻ പ്രകാശും പിന്നെ ക്ലെയിം ചെയ്യുന്നത്. അതിനവർ ഏറ്റവും ഉപയോഗിച്ചൊരു വഴി എന്ന് പറയുന്നത് എപ്പിഡമിക്സും പബ്ലിക് ഹെൽത്ത് കൺസേൺസും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം ഇവിടെയൊക്കെ കേരളത്തിൽ ഈ തിരുരങ്ങാടി ഭാഗത്തൊക്കെ ആ ഒരു പ്ലേഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിച്ച സമയത്താണ് ഇവിടെയുള്ള ബേസൽ മിഷനൊക്കെ അവരുടെ മിഷനറി പ്രവർത്തനത്തിലൂടെ അങ്ങനെ പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മെഡിസിൻ ഡിസെമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സീമ അലവി പറയുന്നത് അങ്ങനെ ചില വാദങ്ങളുണ്ടെങ്കിൽ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ഒരിക്കലും ഇന്ത്യൻ മെഡിക്കൽ പ്രാക്ടീസിന് മുകളിലായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അധീശത്വം ബ്രിട്ടീഷ് മെഡിസിനൊന്നും നേടാൻ സാധിച്ചിട്ടില്ല
കാരണം ഈ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ വന്നിട്ടുള്ള ചില മാറ്റങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള റീകോൺഫിഗറേഷനാണ് അതിന് കാരണം എന്നൊക്കെയാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, അവിടെ എന്താണ് സ്റ്റേറ്റിന് എന്താ പറയുക പൂർണ്ണമായിട്ടും ഇതിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രഡീഷൻ, മെഡിക്കൽ കമ്മ്യൂണിറ്റി കാരണം സ്റ്റേറ്റിന് ഇവിടെ ഒരു ഇടപെടാനുള്ള ഒരു അധികാരം ലിമിറ്റഡ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കൊളോണിയൽ മെഡിക്കൽ നോളജ് എപ്പോഴും നമ്മുടെ എല്ലാ മെഡിക്കൽ പ്രാക്ടീസിനെയും ഐഡിയാസിനെയും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്നതിന് പകരം അത് തിരിച്ചും സമൂഹം അങ്ങോട്ടും അതിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ സമൂഹത്താൽ സ്വയം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, അപനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് സീമാലബ് എടുക്കുന്ന നിലപാട്. അപ്പം ഞാൻ പറഞ്ഞതോ ഈ 18-ാം നൂറ്റാണ്ടോടുകൂടി അറബിയിലേക്ക് മാറുന്നതിന് മുമ്പ് യുനാനി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ട്രഡീഷനാണ് എന്നുള്ളതാണ്. ഓക്കെ. അതൊരു പേർഷ്യൻ ഐഡിയ ആണ്. പേർഷ്യൻ ഐഡിയ എന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് വിർച്യു ആൻഡ് ഇൻഡിവിജ്വൽ വെൽബീയിങ് എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡിവിജ്വൽ വെൽബീയിങ് എന്നുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഇവരതിന് ശ്രമിക്കുന്നത് ഒരു സോഷ്യൽ വെൽബീയിങ്ങിലേക്ക് യുനാനിയെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. വ്യക്തിശുദ്ധി, വ്യക്തിജീവിതം, വ്യക്തികളുടെ ഒരു ഹയർ ലിവിങ്, ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഒരു പേർഷ്യൻ അരിസ്റ്റോക്രാറ്റിക് അല്ലേ, ഒരു ഉന്നതമായിട്ടുള്ള സമൂഹത്തിൽ ഉന്നതമായി കിടക്കുന്ന ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസിൽ നിന്നും സമൂഹത്തിലേക്ക് അതിനെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനെ കുറച്ചും കൂടി ഒരു പോപ്പുലറൈസ് ചെയ്യുക, അതിനെ ഒരു സോഷ്യൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട് അതിനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു യുനാനി കമ്മ്യൂണിറ്റി ശ്രമിച്ചത്. അപ്പോൾ യുനാനി കുറച്ചും കൂടി ഒരു സോഷ്യൽ വെൽബീയിങ്ങിൻ്റെ കോൺടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ വരവോടുകൂടി അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിൻ്റെ വരവോടുകൂടി എല്ലാം ഇവരിങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതല്ല, മറിച്ച് എന്താണ് അവർക്ക് ചില സെലക്റ്റീവായിട്ടുള്ള അപ്രോപ്രിയേഷൻ, ചില കാര്യങ്ങൾ അവർ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ നിന്ന് ചില കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് എടുക്കുന്നു, ചില കാര്യങ്ങൾ തിരിച്ച് ഒരു മോഡേൺ മെഡിസിൻ അങ്ങോട്ട് കൊടുക്കുന്നു. അത്തരത്തിലൊരു സ്റ്റേറ്റുമായിട്ടുള്ള യുനാനിയുടെ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സെലക്ടിവിറ്റി എന്നുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള മാത്രം അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളത് എടുക്കാതിരിക്കുക, അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് യുനാനി എപ്പോഴും സ്റ്റേറ്റുമായിട്ടും വെസ്റ്റേൺ മെഡിസിനുമായിട്ടും വെസ്റ്റേൺ കൊളോണിയൽ മോഡേണിറ്റിയുമായിട്ടും എൻഗേജ് ചെയ്തത് എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചില പ്രയോഗങ്ങളാണ്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബുക്സ് വായിക്കുമ്പോൾ ഞാൻ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഭാഷയിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ വരവോടുകൂടി നമ്മളുടെ മെഡിസിൻ നഷ്ടമാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ യുനാനി ട്രഡീഷൻ നഷ്ടമാവും എന്നുള്ള ചിന്തയോടുകൂടി അവർ ചെയ്ത കാര്യങ്ങൾ അവരെങ്ങനെയാണ് അതിന് റീകോൺഫിഗർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ വെർനാക്കുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തദ്ദേശീയമായ ഭാഷയിലേക്ക് മാറ്റുക. ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് ഉറുദു ആണ്. സോ ഉറുദു ഭാഷയിലേക്ക് കൂടുതൽ യുനാനി ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വെർനാക്കുലറൈസേഷൻ ഉദ്ദേശിക്കുന്ന ഉറുദു ഭാഷയിലേക്കുള്ള യുനാനിയുടെ മാറ്റം, അതുപോലെ തന്നെ ലോക്കലൈസേഷൻ, പ്ലൂരാലിറ്റി. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരുപാട് മെഡിക്കൽ ട്രഡീഷൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി അതിനെ ഒരു ഇന്ത്യയുടെ ഒരു ഇന്ത്യൻസ് മെഡിക്കൽ ട്രഡീഷനാക്കി മാറ്റിക്കൊണ്ടുവരിക, അതൊരു ശ്രമമാണ്. മറ്റൊന്ന് ഇസ്ലാമൈസേഷൻ, അതും സംഭവിച്ചൊരുമായി. ഇസ്ലാമൈസേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി യുനാനിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഒരു ഖുർആൻ ഹദീസിൻ്റെ അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഈ മന്ത്രിച്ചൂത്, അതുപോലെ തന്നെ മന്ത്രിച്ച് കെട്ടുക, അങ്ങനെ അമ്യുലറ്റ്സ് എന്ന് പറഞ്ഞാൽ അമ്യുലറ്റ് ഈ തകീടൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഏലസ്, ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ഇസ്ലാമൈസേഷൻ യുനാനിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നില്ല യുനാനിക്ക് ഉണ്ടായിരുന്നത്, പിന്നീട് സംഭവിച്ച മാറ്റമാണ്. ഒരു കൈൻഡ് ഓഫ് ഇസ്ലാമൈസേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഉറുദു മെഡിക്കൽ ലിറ്ററേച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിലേക്ക് വരുന്നത് ഒരു മതപരമായിട്ടുള്ള ഒരു കൾച്ചറൽ കോസ്മോളജീസ് ഓഫ് നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി അവിടേക്ക് വരികയാണ്. നോർത്ത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മതപരമായ ചിന്തകളും അവരുടെ ആശയങ്ങളൊക്കെ യുനാനിയിലേക്ക് കടമെടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇസ്ലാമൈസേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രവാചക വൈദ്യം, തിബ്ബെ നബവി എന്ന് പറയുന്ന പ്രോഫറ്റിക് മെഡിസിൻ അതിലേക്ക് എടുക്കുന്നുണ്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചാംസ്, ഈ ബാബമാർ, നേരത്തെ അജ്മൽ സാഹിബ് പറഞ്ഞ പോലെ नॉर्थ इंडिया में जो बहुत बाबा लोग हैं
वो अमील दे सकते ടെലിസ്മാൻ देते അപ്പോൾ അത്തരത്തിലുള്ള ഈ പിന്നെ ചാംസുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുക, ടെലിസ്മാൻസ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോക്ക് റെമഡീസ് ഒക്കെ കുറച്ചും കൂടി ഇതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും കൊളോണിയൽ സ്റ്റേറ്റിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ യുനാനി കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ നടക്കുന്ന വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെ ഇടപെടാനും അതിനെ തടയിടാനും ഒന്നും ഒരു സ്റ്റേറ്റ്, കൊളോണിയൽ സ്റ്റേറ്റ് ഹെൽപ്ലെസ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ നടന്നിട്ടുള്ള റിഫോമിസ്റ്റ് ആൻഡ് റിവൈവൽസ്റ്റ് റിലീജിയസ് ഐഡിയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഒക്കെ ചില പിന്നെ മതപരമായിട്ടുള്ള പരിഷ്കരണവാദങ്ങളൊക്കെ ഉണ്ട്. അത് കേരളത്തിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അത്തരത്തിലുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലത്തെ അല്ലെങ്കിൽ ഷാ വലിയുല്ലാ ദഹ്ലവിയെ പോലത്തെ റിഫോമിസ്റ്റ് മുസ്ലിം ഇൻ്റലക്ച്വൽസ് അവരുടെ റിവൈവലിസ്റ്റ് റിലീജിയസ് ഐഡിയാസൊക്കെ, അതായത് 19-ാം നൂറ്റാണ്ട് അവസാനത്തോട് വന്നിട്ടുള്ള ചില ഐഡിയാസൊക്കെയാണ്. അതൊക്കെ മെഡിസിനെയും പ്രത്യേകിച്ച് യുനാനി മെഡിസിനെയൊക്കെ പല വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഒരു കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, യുനാനിയെ ഒരു ഇന്ത്യൻ മെഡിസിനാക്കി മാറ്റുക. അത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അറേബ്യൻ മെഡിസിൻ അല്ല, മറിച്ച് അതെന്താണ് ഒരു ഹിന്ദുസ്ഥാനി മെഡിസിനാണ് എന്ന് അവതരിപ്പിക്കാൻ അവിടുത്തെ ഫാമിലീസ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ഹിന്ദുസ്ഥാനി എന്നുള്ളൊരു സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ പറഞ്ഞത്. ഹിന്ദുസ്ഥാനി സയൻസ് എന്നൊരു സാധനം ഇല്ല, പക്ഷെ നമ്മൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഉപയോഗിക്കുന്നത്. അതാണ് ഹിന്ദുസ്ഥാനി സയൻസ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ കൊളോണിയൽ ഐഡിയാസ് ഉപയോഗിച്ചെങ്കിലും പൂർണ്ണമായിട്ടും വെസ്റ്റേൺ സയൻസിന് കീഴ്പ്പെടാനോ അതിനങ്ങനെ തന്നെ വിഴുങ്ങാനോ ഒരിക്കലും യുനാനി ശ്രമിച്ചില്ല, മറിച്ച് സെലക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എടുത്തത്? വെസ്റ്റേൺ സയൻസ് എന്തൊക്കെ എടുത്തു, അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിൻ എന്തൊക്കെ എടുത്തു? സർജറി, അതുപോലെ തന്നെ പ്രൊഫഷണലൈസേഷൻ, ഈ ഐഡിയാസൊക്കെ വെസ്റ്റേൺ മെഡിസിനിൽ നിന്ന് അവർ കടം കൊണ്ടു. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യുനാനി ലേണിംഗ് ട്രഡീഷൻ കുറച്ചും കൂടി ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പിന്നെ ഈ യുനാനി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന മോഡേൺ സയൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ സപ്പറേഷൻ പറയാൻ വേണ്ടിയിട്ട്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ വെച്ചാൽ യുനാനിയുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി കൾച്ചറിൽ, ഹിന്ദുസ്ഥാനി സംസ്കാരത്തിൽ എത്രമാത്രം ആഴത്തിൽ ഡീപ്പ് റൂട്ടഡായി കിടക്കുന്നതാണ് ഒരു യുനാനി ട്രഡീഷൻ എന്ന് പറയാനാണ് ശ്രമിച്ചത്. അതായത് യുനാനി എന്ന് പറയുന്നത് ആൻഷ്യൻ ടൈംസിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു യുനാനി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ, ഒരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകമാണത്. അതുപോലെ തന്നെ യുനാനി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സ്വത്വത്തിൻ്റെ, നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഇൻറ്റിഗ്രൽ പാർട്ടാണ് യുനാനി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ യുനാനി ഫാമിലീസൊക്കെ ശ്രമിച്ചു, അല്ലെങ്കിൽ യുനാനി കമ്മ്യൂണിറ്റി അന്ന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് യുനാനി കമ്മ്യൂണിറ്റി ആധുനികത, മോഡേണിറ്റി, അതുപോലെ തന്നെ സയൻറ്റിഫിക് അപ്രോച്ചിനോട് റെസ്പോണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട്, ഡിസ്റ്റിങ്ക്റ്റീവായിട്ടുള്ള, സെലക്റ്റീവായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി കൾച്ചറൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സാംസ്കാരിക വേരുകളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു അപ്രോപ്രിയേഷനൊക്കെയാണ് വെസ്റ്റേൺ മെഡിസിനോട് യുനാനി സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെയൊക്കെ നിലപാട്. നെക്സ്റ്റ് വൺ. ഇനി മറ്റൊന്ന്, ഈ പിന്നെ എന്താണ് ഈ റിലീജിയസ് ഐഡൻറ്റിറ്റിയോട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ മുസ്ലിം സ്വത്വം, ആ ഒരു കാലഘട്ടം സ്വാഭാവികമായിട്ട് പാകിസ്ഥാനി മൂവ്മെൻ്റൊക്കെ വന്നതിന് ശേഷം ഒരു 2 നാഷൻ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് 2 നാഷൻ തിയറി എന്നുള്ളത് അല്ലാമ ഇഖ്ബാൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ 2 നാഷനാണ്. സോ അവർക്ക് 2 രാജ്യങ്ങൾ വേണം എന്നുള്ള സിദ്ധാന്തമാണ് പിന്നീട് പാകിസ്ഥാൻ വാദത്തിലേക്കും പാർട്ടീഷനിലേക്ക് പോയത് എന്നാണ് എൻ്റെ ഒരു ചരിത്ര വായന എന്ന് പറയുന്നത്. വ്യത്യസ്ത നിലപാടുകൾ നിങ്ങൾക്കുണ്ടാവാം. എന്തായാലും ആ ഒരു ഡിസ്കഷൻ, മുസ്ലിങ്ങളും ഹിന്ദുസ് 2 നാഷനാണ്, അതുകൊണ്ട് തന്നെ ദേ നീഡ് 2 കൺട്രീസ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റിലീജിയസ് പൊളിറ്റിക്സിനോട് എങ്ങനെയാണ് യുനാനി കമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്തത്? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം സീമാലവി പറയുന്നത്, ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം സ്വത്വ രാഷ്ട്രീയം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണെങ്കിൽ പോലും യുനാനി ഹക്കീംസ് ശ്രമിച്ചത് അവരുടെ പ്രൊഫഷനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. അതായത് റിലീജിയസ് ഐഡൻറ്റിറ്റിയേക്കാൾ കൂടുതൽ, മതപരമായിട്ടുള്ള സ്വത്വത്തെക്കാൾ കൂടുതൽ അവർ പറയാൻ ശ്രമിച്ചത് അവരുടെ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി എന്നുള്ള നിലക്കാണ്. അതായത് യുനാനി മെഡിസിനെ പ്രിസർവ് ചെയ്യുക, അതായത് ഇന്ത്യസ് കൊളോണിയൽ മെഡിക്കൽ ഫ്രെയിംവർക്കിനകത്ത് തന്നെ യുനാനി പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ ഊന്നി നിന്നു, ഞാൻ നേരത്തെ പറയേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ അവർ ഒരു സ്വത്വ രാഷ്ട്രീയത്തോട്, മുസ്ലിം സ്വത്വ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ടും അകന്നു നിന്നൊന്നും നല്ലതല്ല, അതിനോട് റെസ്പോണ്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരു എന്താ പറയുക, അതിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ പിന്നീട് ഒരു യുനാനിയെ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു യുനാനി ഹക്കീമിനെ നമുക്കറിയാം അല്ലെ, ഹംദർദിൻ്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനൊക്കെ മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു യുനാനി ഹക്കീംസ് ഒന്നും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്നോ ഹക്കീം ഫാമിലിയിലൊന്നും ഒരിക്കലും പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയോ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കാര്യമായിട്ട് അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 ഇത് വളരെ ഈ ചർച്ചകൾ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കൂലങ്കഷമായ ചർച്ച ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ചിലപ്പം അറിയില്ല, എനിക്ക് എങ്ങനെ എടുക്കുന്നത്, നിങ്ങളിപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അറിയില്ല, എനിക്കറിയില്ല. ഓക്കെ, സോ ഐ വിൽ കണ്ടിന്യൂ. നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത പല വിഷയങ്ങളായിരിക്കാം, നിങ്ങളത് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ അജ്മൽ സാറൊക്കെ പറഞ്ഞ പോലെ യുനാനി പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ എൻഗേജ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷൻ നിലക്ക് മാത്രം അതിനെ ഡെവലപ്പ് ചെയ്താൽ മതിയാവില്ല. മറിച്ച് യു ഹാവ് ടു എൻഗേജ് വിത്ത് ദ പൊളിറ്റിക്സ് ആൻഡ് ദ ഡിസ്കോഴ്സസ് ദാറ്റ് ഹാപ്പനിങ് ദെയർ. ഇപ്പോൾ നമ്മൾ മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫറുണ്ട്. അദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ മെഡിസിനെ കുറിച്ച് നടക്കുന്ന ചർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സെഡ് അബൌട്ട് ആൻഡ് വാട്ട് ഈസ് റിട്ടൺ അബൌട്ട് ദ മെഡിസിൻ, അതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഈ പറഞ്ഞ ഈ യുനാനിയെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു മുസ്ലിം പൊളിറ്റിക്സ് അല്ലെങ്കിൽ മുസ്ലിം സ്വത്വ രാഷ്ട്രീയം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം സ്വത്വ രാഷ്ട്രീയത്തിലൂടെ പോയി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു മതനിരപേക്ഷ അല്ലെങ്കിൽ സെക്യുലർ രാഷ്ട്രീയത്തിലൂടെ പോയി എന്നുള്ള ഈ രണ്ട് ബൈനറി നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അതല്ല അതൊരു യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതിനിടയിലുള്ള ഒരു മിഡിൽ പാത്തായിരുന്നു സ്വീകരിച്ചത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ പഠിച്ച വിഷയം, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ, ഞാൻ എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിൽ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ പഠിച്ചതാണ്, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പോവുകയുള്ളൂ. അതായത് പിന്നെ 8 മുതൽ 15 നൂറ്റാണ്ട് വരെ യുനാനി എന്ന് പറയുന്നത്, യുനാനിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിന് ഇൻ്റലക്ച്വലായിട്ടുള്ള ഐഡിയാസൊക്കെ പ്രവഹിച്ചിരുന്ന, അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരുന്ന ഒരു വഴിയുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ചൈന ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിൽക്ക് റൂട്ട് പോലെയൊക്കെ നിലനിന്നിരുന്ന ഒരു വഴിയാണ്. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറിവുകളും പ്രത്യേകിച്ച് പിന്നെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അറിവുകളുടെ പ്രയാണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു അറിവിൻ്റെ വഴി. ആ വഴിയാണ് നമുക്കിങ്ങനെ വിളിക്കാം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക് വേൾഡ് സിസ്റ്റം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇല്ലാതെ പോയത് ആ ഒരു കാര്യമാണ്. ഓക്കെ, ഇസ്ലാമിക് വേൾഡ് സിസ്റ്റം അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻ്റലക്ച്വൽ സിസ്റ്റം, ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടുള്ള ചർച്ചകളുടെ അറിവിൻ്റെ എന്താ പറയുക, ഇൻ്റലക്ച്വൽ ഗ്ലോബൽ നെറ്റ്വർക്ക് അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഇന്നത്തെ പോലെ കപ്പലുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു അറിവിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്താ പറയുക, എങ്ങനെയാണ് യുനാനി ദാറുൽ ഇസ്ലാം, ഈ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമവിയ അബ്ബാസിയ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസ് നിലനിന്നിരുന്നു. അതിന് നമുക്ക് ദാറുൽ ഇസ്ലാം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ദാറുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത് അതിനൊരു യുദ്ധം പറ്റുമോ യുദ്ധം പറ്റില്ല ആ ചർച്ചയിലല്ല, ഒരു അറിവിൻ്റെ പ്രയാണങ്ങൾ ഈസി ആയിരുന്നോ അല്ലയോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ ഈ ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസിനെ കാണാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ദാറുൽ ഇസ്ലാം എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 8 മുതൽ 13 നൂറ്റാണ്ട് വരെ ഒരു വെൽ കണക്റ്റഡ് ഇസ്ലാമിക് വേൾഡ് ഉണ്ടായിരുന്നു. അത് കച്ചവടത്തിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും സാംസ്കാരിക കൊടുക്കൽ വാങ്ങലിലൂടെയും ആ ഒരു ബന്ധം നിലനിന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വരുന്ന വലിയൊരു വേൾഡ് സിസ്റ്റം, ഇതിനകത്ത് നമുക്ക് മിഡിൽ ഈസ്റ്റ് വരുന്നുണ്ട്, സെൻട്രൽ ഏഷ്യ വരുന്നുണ്ട്, പേർഷ്യ പോലത്തെ, അതുപോലെ തന്നെ പിന്നെ ഇസ്രയേൽ ഒക്കെ അതിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചൈന വരുന്നുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ, അതായത് നമ്മളുടെ ഇന്തോനേഷ്യ പോലത്തെ പ്രദേശങ്ങളൊക്കെ ഈ പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള, മുഹമ്മദ് കൂരിയൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ സാധനങ്ങൾ വരുന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ഇൻ്റലക്ച്വൽ നെറ്റ്വർക്ക് എന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയും ആ ഒരു ഗ്ലോബൽ ഇൻ്റലക്ച്വൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ദാറുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ ഈ ഒരു മെഡിക്കൽ നോളജിന് പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിലുള്ള മുസ്ലിം ഭരണാധികാരികൾ വളരെയധികം അതിനെ
പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താണ് അവരുടെ നേരത്തെ പറഞ്ഞ ഗ്രീക്കോ റോമൻ വേൾഡ് ആ ഒരു മെഡിക്കൽ ട്രഡീഷനെ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് ഹിപ്പോക്രാറ്റസിൻ്റെയും അരിസ്റ്റോട്ടിൽ ഗാലൻ്റെയൊക്കെ മെഡിസിൻ എടുത്തുകൊണ്ട് അതിനെ ഒരു പിന്നെ മാത്രമല്ല അതിലേക്ക് പിന്നെ ബൈസൻറ്റൈൻ, ഇപ്പോൾ ഈ പറഞ്ഞ ബൈസൻറ്റൈൻ, അതുപോലെ തന്നെ സസാനി എന്ന് പറയുമ്പോൾ പേർഷ്യൻ, സസാനിയൻ എംപയറിന് അല്ലെങ്കിൽ റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഇസ്ലാം കീഴടക്കലോടുകൂടി അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്ത് കീഴടക്കലോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അറിവുകളും മെഡിക്കൽ ട്രഡീഷൻസൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഒരു ഗ്രാജ്വലി ഈ മെഡിക്കൽ ട്രഡീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വൈഡ്ലി നടന്നിട്ടുള്ള ട്രാൻസ്ലേഷൻസ് നമുക്കറിയാം. അമവികളുടെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ അബ്ബാസിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻസ് നടന്നിരുന്നു. ആ ട്രാൻസ്ലേഷൻസ് നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ ഇൻ്റലക്ച്വൽ പൈതൃകമാണ്. ഓക്കെ, അപ്പോൾ ഗ്രീക്ക്, സിറിയക് മെഡിക്കൽ ലിറ്ററേച്ചറൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് പിന്നെ ഗ്രീക്കോ റോമൻ ട്രഡീഷനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന അറബിക് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് അറബ് ക്രിസ്ത്യൻ ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹുനൈൻ ഇബ്നു ഇഷാഖ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഇഷാഖ്, അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു ഹുബൈഷ്. ഇവരെല്ലാം തന്നെ പേര് അറബി ആണെങ്കിലും അവർ അറബ് ക്രിസ്ത്യൻസാണ്. അത്തരത്തിൽ ഫിസിഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഈ അമവി അബ്ബാസി ഭരണകർത്താക്കളൊക്കെ എൻഡോഴ്സ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ. പിന്നെ അതവിടെ നടക്കട്ടെ, നമുക്ക് വേണ്ട ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഒരു സാൻസ്ക്രിറ്റ് അറബിക് എക്സ്ചേഞ്ച് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് വൈദ്യശാസ്ത്ര അറിവുകൾ ഡമസ്കസിലേക്കും ബാഗ്ദാദിലേക്കും എത്തി എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു പാലമായിട്ട് വർക്ക് ചെയ്ത് അന്ന് വന്നിരുന്ന അറബ് കച്ചവടക്കാർ വഴി ഇന്ത്യൻ മെഡിസിൻസ് അവിടേക്ക് എത്തി. ഇന്ത്യൻ മെഡിക്കൽ ടെക്സ്റ്റുകൾ, അപ്പോൾ ആ ഒരു അന്നുണ്ടായിരുന്ന പേർഷ്യൻ അറബ്സൊക്കെ ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ ടെക്സ്റ്റിൽ താല്പര്യപ്പെടുകയും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഒരു പേർഷ്യയിലുണ്ടായിരുന്ന ഒരു വൈദ്യനായിരുന്നു, ഒരു സസാനി ഫിസിഷ്യനായിരുന്നു പെർസോസ്. അദ്ദേഹത്തെ പിന്നെ ഇന്ത്യയിലേക്ക് അയച്ചു. അദ്ദേഹം ഇവിടെ വന്ന് മെഡിക്കൽ ലിറ്ററേച്ചറൊക്കെ പരിശോധിച്ചിട്ട് അത് പിന്നെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യഹിയ ബിൻ ഖാലിദ് ഒരു അറബ് ജനറലാണ്. അദ്ദേഹം ഈ പറഞ്ഞ ഇന്ത്യൻ മെഡിക്കൽ എക്സ്പേർട്ടുകളെ ബാഗ്ദാദിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മെഡിക്കൽ പ്ലാൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ബാഗ്ദാദിൽ നിന്ന് ഒരു സംഘത്തെ തന്നെ ഇങ്ങോട്ട് അയക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഈ ബാഗ്ദാദിൽ നിന്ന് വന്നിട്ടുള്ള ഈ സംഘം അല്ലെങ്കിൽ ഖലീഫ അയച്ചിട്ടുള്ള ആ ഒരു മെഡിക്കൽ സംഘം ഇവിടുത്തെ ബ്രാഹ്മിൻസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. കാരണം ഈ ബ്രാഹ്മിൻസ് അവരുടെ മെഡിക്കൽ ട്രഡീഷൻ ആരോടും പറയാതെ ഇങ്ങനെ ഫാമിലിക്കകത്ത് തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം പ്രിസർവ് ചെയ്യായിരുന്നു. അവരോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ അതാണ് ഈ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യന്മാർ ബാഗ്ദാദിലേക്ക് പോയി. അവിടെ പ്രത്യേകിച്ച് ആദ്യത്തെ അബ്ബാസിയ ഖലീഫയായിരുന്ന അബു ജാഫർ അൽ മൻസൂർ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള വൈദ്യന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു ഇന്ത്യൻ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ ബുക്ക് സിദ്ധാന്ത എന്ന് പറയുന്ന ഒരു ബുക്ക് അവിടെ ബാഗ്ദാദിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അബു ജാഫർ മൻസൂറിന് ശേഷം പിന്നീട് ഹാറൂൺ റഷീദ് വരുന്നു. ഹാറൂൺ റഷീദിൻ്റെ വരവോട് കൂടിയാണ് ഇത് കുറച്ചും കൂടി ഒരു പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു ബൈത്തുൽ ഹിക്മ എന്നുള്ളൊരു ഹൗസ് ഓഫ് വിസ്ഡം എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ടാക്കി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവിടെ മാനുസ്ക്രിപ്റ്റ് കളക്ട് ചെയ്യുക, അതിനെ കമ്പയർ ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ സലെ, മംഗ, ബാസിഗർ, പിന്നെ ബഹ്ല, ഇബ്ൻ ഖാൻ, കത്തീഫ് ഹിന്ദി, ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുള്ള ഇന്ത്യൻ വൈദ്യസാണ്. അപ്പോൾ ഇവരൊക്കെ ഈ മംഗ എന്ന് പറയുന്ന ഇന്ത്യൻ വൈദ്യ അവിടെ ബാഗ്ദാദിൽ തന്നെ താമസിച്ചിട്ട് അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൻ്റെ ചീഫ് ഓഫീസറായിരുന്നു. അദ്ദേഹം ഒരുപാട് സാൻസ്ക്രിറ്റ് മെഡിക്കൽ ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സുശ്രുത സംഹിത, അതുപോലെ തന്നെ സർജറിയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ സമീഖ, പോയിസണുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് ബാഗ്ദാദിലുള്ള ഇസ്ലാമിക് പിന്നെ ഖലീഫമാർ മാത്രമല്ല അതിനെ എൻകറേജ് ചെയ്തത്, ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണാധികാരികളും ഈ ഒരു ട്രാൻസ്ലേഷൻ ശ്രമത്തെ എൻകറേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അറബ് സ്കോളേഴ്സ് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തിരുന്നു. അവരൊരുപാട് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അൽബിറൂനി അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇസ്ലാമിക് വേൾഡ് ഇൻ്റലക്ച്വൽ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തത് എന്താണ്? ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് ആൻഡ് വൈബ്രൻ്റ് ആൻഡ് റിച്ച് അറബിക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് ഒരു മെഡിക്കൽ സയൻറ്റിഫിക് ലിറ്ററേച്ചറാണ്. അതാണ് ലോകത്തിന് സംഭാവന ചെയ്തതെന്നുള്ള. നെക്സ്റ്റ്.
അപ്പോൾ ഈ യുനാനി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചോദ്യം, യുനാനി എന്ന് പറയുന്നത് വെറും ഒരു ഇന്തോ ഇസ്ലാമിക് മാത്രമാണ്, അതല്ല, അതൊരു ഗ്ലോബലായിട്ടുള്ള ഒരു ട്രാൻസ് റിലീജിയസ് ആയിട്ടുള്ള ക്യാരക്ടർ കൂടി യുനാനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയ മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചത്, അതിനകത്ത് ക്രിസ്ത്യൻ, ജവിഷ്, ഹിന്ദു, മറ്റ് സിവിലൈസേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ സ്ഫിയറിനെയാണ് നമ്മൾ നേരത്തെ ദാറുൽ ഇസ്ലാം എന്ന് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഫലം, ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രോമിനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ധൈര്യത്തോടെ അതിനെന്ത് വിളിക്കാം, ഇന്തോ മുസ്ലിം മെഡിസിൻ എന്ന് യുനാനിയെ വിളിക്കാം. ഇപ്പോൾ പല യുനാനി മരുന്നുകളിലും യുനാനി മരുന്നുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പല എലമെൻസുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ, അതുപോലെ തന്നെ സസാക്ക് ഹിന്ദിയിൽ ബുഹാറയിൽ നിന്ന് വന്നിട്ടുള്ള മെഡിസിനാണ്. അതുപോലെ തന്നെ ഹുറാസ് ഈജിപ്തിൽ നിന്നുള്ള ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാഹോറിൽ നിന്നുണ്ട്, ചൈനയിൽ നിന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു അത്തരത്തിൽ ഒരു ഗ്ലോബൽ മെഡിസിനായിട്ട്, മതത്തിനപ്പുറത്തുള്ള ഒരു ട്രാൻസ് റിലീജിയസ് ഗ്ലോബൽ മെഡിസിനായിട്ടാണ് യുനാനി ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. അതുപോലെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. നമുക്ക് ലഞ്ചിന് സമയമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ. യുനാനി ഡോക്ടർമാരോടാണ് സംസാരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതിൽ വളരെ ഹാപ്പിയാണ്, വളരെ പ്രിവിലേജ്ഡ് ആണ് ഡോക്ടേഴ്സിനോട് സംസാരിക്കുക എന്നുള്ളതിൽ. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ചരിത്രത്തിൽ ആയുർവേദ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ആയുർവേദിക് നോളജ് ഒരുപാട് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ യുനാനിയെ ഒരു എൻസൈക്ലോപീഡിയ ടൈപ്പ് ഓഫ് മെഡിക്കൽ റൈറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് പല ആയുർവേദത്തിൽ നിന്ന് സോഴ്സ് എടുത്തിട്ടുണ്ട്, അതൊന്നും അക്നോളജി ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് അൽ റാസി ആണ് അവസാനമായിട്ട് അതിനെ അക്നോളജ് ചെയ്തത്. അദ്ദേഹത്തിന് ശേഷം പല സ്കോളേഴ്സും ഈ ഇന്ത്യൻ ടെക്സ്റ്റിനെ റെഫർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. ഇബ്നു സീന ഒരു ചരക സംഹിതയെ അല്ലെങ്കിൽ ചരകയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് തെറാപ്യൂട്ടിക്സ്. ഓക്കെ, പിന്നെ അൽ റാസി ഒരു പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഒരു 12ാം നൂറ്റാണ്ടിലായിരുന്ന ഒരു അൽ ജുർജാനി എന്ന് പറയുന്ന ഒരു സ്കോളർ, അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആയുർവേദിക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അക്നോളജ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ആയുർവേദത്തിൽ നിന്നുള്ള ഒരുപാട് ഐഡിയാസ് യുനാനിലേക്ക് എടുത്തെങ്കിലും എന്തുകൊണ്ട് ഇവർ അക്നോളജ് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ. അതിന് ഉത്തരം ഇവരൊക്കെ പറയുന്നത്, ഹിസ്റ്റോറിയൻസൊക്കെ പറയുന്നത്, അന്ന് ഈ ആയുർവേദിക് ഫിസിഷ്യൻസിനെ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ചില ഐഡിയാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അപ്പോൾ അതിൽ ആയുർവേദ വൈദ്യന്മാരെ അല്ലെങ്കിൽ ആയുർവേദ ബുക്ക് എഴുതിയവരെ ഒരു ദൈവത്തിൻ്റെ പ്രതിയായിട്ട്, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് കാണപ്പെടുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനാണ് പ്രത്യേകിച്ച് യുനാനി അവരെ റെക്കഗ്നൈസ് ചെയ്യാതെ പോയത് എന്നുള്ളതൊക്കെ അവിടെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, കാരണം അതിന് നെക്സ്റ്റ് വൺ ഈ ചരകയെ കാണപ്പെട്ടിരുന്നത് ഒരു സർപ്പൻ ഗോഡായിട്ട്, 100 തലകളുള്ള സർപ്പൻ ഗോഡായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സുശ്രുതയെ പരിഗണിക്കപ്പെട്ടിരുന്നത് ദേവന്മാരുടെ ഫിസിഷ്യനായിരുന്ന ധന്വന്തരിയുമായി ബന്ധപ്പെട്ട അതുപോലെയാണെന്ന് നിലക്ക് കാണപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയുർവേദത്തിൽ നിന്നും സർജിക്കൽ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ നോളജ് നമ്മൾ യുനാനിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആയുർവേദത്തിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ദൈവവുമായി ബന്ധപ്പെട്ട തിയറിയെ ഡിസ്റ്റൻസ് ചെയ്യാനാണ് ഇത്തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യാതെ പോയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിർദോസ് ഹിക്മത്ത് എന്ന് പറയുന്ന ഒരു അലി ബിൻ റബ്ബാനി തബ്രി, അദ്ദേഹം മുത്തവക്കിൽ എന്ന് പറയുന്ന ഖലീഫയ്ക്ക് വേണ്ടി എഴുതിയ ബുക്കിലൊക്കെ 36 ചാപ്റ്ററുകളോളം ഇന്ത്യൻ മെഡിസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. അതായത് എപ്പോഴാണ് യുനാനി ഈ ഇസ്ലാമിക് എലമെൻസിനെ അപ്രോപ്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് കാലഘട്ടത്തിന് ശേഷം ചില ഇസ്ലാമിക് പണ്ഡിതന്മാരൊക്കെ ഈ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും റേഷണലാണ്. അതെന്ന് പറയുന്നത് അവർക്ക് ഒരു യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ഖുറാനിലും ഹദീസിലും റൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു റേഷണൽ, ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് പുറത്താണ് എന്നുള്ള ചില തിയോളജിയൻസ് അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്
പ്രത്യേകിച്ച് അതിൽ പങ്കുവച്ചത് സൂഫിസം എന്ന് പറയുന്നത് പ്രത്യേക അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ അവസാന പീരീഡിലൊക്കെ ഭയങ്കരമായിട്ട് പ്രോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സൂഫി പണ്ഡിതന്മാർ, അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഫിസിഷ്യൻസ് അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഒരു റിലീജിയൻ മെഡിസിൻ തമ്മിലുള്ള ഡിബേറ്റ് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഫലമായിട്ടാണ്, അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരു പ്രവാചക വൈദ്യം എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ്. അപ്പോൾ പിന്നെ അറേബ്യയിൽ നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് വേൾഡ് സിസ്റ്റം നഷ്ടമായെങ്കിലും അതോടുകൂടി ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ട കൾച്ചറൽ എക്സ്ചേഞ്ച് ഒരിക്കലും നഷ്ടമാവുന്നില്ല. ഇസ്ലാമിക് എംപയർ ആ ഒരു അബ്ബാസിയ അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ഖിലാഫത്ത് സമ്പ്രദായം നഷ്ടമാവുന്നുണ്ടെങ്കിൽ, അത് അവസാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കൊടുക്കൽ വാങ്ങലുകളും അറിവിൻ്റെ വികാസവും ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് ശേഷം, ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തോടു കൂടി പ്രത്യേകിച്ച് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർക്ക് അതിനെ കാര്യമായിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ യുനാനിയെ പേർഷ്യനൈസ് ചെയ്തു എന്നുള്ളതാണ്. ഒരു പേർഷ്യൻ മെഡിസിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് കൂടുതൽ അതിനെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ എംപയറിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിയ മുഹമ്മദ് മസൂദ് റഷീദ് ജംഗി എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ. അദ്ദേഹം സംസ്കൃതം പഠിക്കുകയും അത് മജ്മുഅ സിയായി എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് പേർഷ്യൻ ഇന്ത്യൻ നോളജ് എടുത്തുകൊണ്ടാണ് ഒരു പേർഷ്യനൈസേഷൻ നമ്മൾ ഇസ്ലാമിക ഭരണ കാലഘട്ടത്തിൽ കാണുന്നത്. നെക്സ്റ്റ് ആണ്. അപ്പോൾ മാത്രമല്ല അതിനെ ഒരു ഇന്ത്യനൈസ് ചെയ്യുന്നു, കുറച്ചും കൂടി കൂടുതൽ അതിന് ഇന്ത്യനൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ തിബ്ബി ഫിറോസ് ഷായുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്ന ഒരു ബുക്കാണ്. അതിൽ ഇത്തരത്തിലൊരുപാട് ഈ ഇന്ത്യൻ ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിലനിന്നിരുന്ന മെഡിക്കൽ ഐഡിയാസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈ ഏലസ് കെട്ടുക, അത്തരം കാര്യങ്ങളൊക്കെ ഖുർആൻ വേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏലസ് കെട്ടുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിൽ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണം ഇന്ത്യ അല്ലെങ്കിൽ മുസ്ലിം ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് ഇറാനിൽ നിന്നും ഒരുപാട് ഫിസിഷ്യൻസ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുനാനിയുടെ ഭാഷ അറബി മാറിയിട്ട് പേർഷ്യനായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഈ യുനാനി എന്ന് പറയുന്ന ഒരു മരുന്ന് മാത്രമല്ല, ഒരു മെഡിസിൻ മാത്രമല്ല, പക്ഷേ ഒരു കൾച്ചറാണ്, അതൊരു ജീവിത രീതിയാണ്, അതൊരു സംസ്കാരമാണ് എന്ന രീതിയിലാണ് പിന്നീട് ഇസ്ലാമിക എന്നല്ല മുസ്ലിം ഭരണകാലഘട്ടത്തിൽ ഏകദേശം 1000-ഓളം വർഷം ഇന്ത്യയിൽ മുസ്ലിം ഭരണകാലം നിലനിന്നിരുന്നു. പിന്നെ ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റ്, അതിനുശേഷം പിന്നെ ഏകദേശം 1700 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി വരെ ഒരു മുസ്ലിം ഭരണകാലം നിലനിന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് യുനാനി അവർ മാറ്റിയെടുക്കുന്നത് ഒരു പേർഷ്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ ഹൈ എലൈറ്റ് ജീവിത രീതി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് യുനാനി മനസ്സിലാക്കുന്നതും അവതരിപ്പിക്കുന്നതും. നെക്സ്റ്റ് ആണ്. പക്ഷേ പിന്നീട് അതിനെ ഒരു പോപ്പുലർ ആയിട്ട് മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ യുനാനി പേർഷ്യൻ ഭാഷയിലാണ് കൂടുതൽ എഴുതപ്പെട്ടതെങ്കിലും ഈ മദ്രസയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ബുക്കുകൾ അറബിയിലായതുകൊണ്ട് തന്നെ മദ്രസയിൽ യുനാനി പഠിച്ചുകൊണ്ട് ആളുകൾ യുനാനി പഠിക്കുകയും സാധാരണക്കാരെ ചികിത്സിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ശരിക്കുമുള്ള ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ രാജകൊട്ടാരത്തിൽ വസിക്കുന്ന ഫിസിഷ്യൻസ് അവർ രാജാക്കന്മാരുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു എലൈറ്റ് ആയിട്ട് തന്നെ നിലകൊണ്ട്. പക്ഷേ ഈ മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുള്ള സാധാരണ ഉസ്താദന്മാരും ഫക്കീർമാരൊക്കെ അവർ ഈ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു സോഷ്യൽ വെൽബീയിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ നിലകൊള്ളുകയും ചെയ്തു. ഈ ഒരു ഭാഗത്ത് പേർഷ്യൻ ഹൈ കൾച്ചർ റെപ്രസെൻ്റ് ചെയ്യുന്ന യുനാനി ഹക്കീംസും മറ്റൊന്ന് സാധാരണക്കാരുടെ ആരോഗ്യത്തെ ഡീൽ ചെയ്തിരുന്ന ഒരു മാസ് ഹക്കീംസും. ഇതിനിടയിൽ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ചക്രവർത്തി സ്വീകരിച്ചിരുന്നത്, ചക്രവർത്തിമാർ. അപ്പോൾ ചക്രവർത്തിമാരെ സംബന്ധിച്ചിടത്തോളം എംപ്രസിനെ സംബന്ധിച്ചിടത്തോളം യുനാനി മെഡിസിനെ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന അവരുടെ അധികാരത്തെ അരക്കിട്ടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. അതാണ് പറയുന്നത് ഈ യുനാനി മെഡിസിൻ വാസ് എ പാർട്ട് ഓഫ് പവർ, അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടാണ് യുനാനി മെഡിസിൻ മനസ്സിലാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ചക്രവർത്തിമാരുടെ ഒരു ഗവേണൻസിൻ്റെ ഭാഗമായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, അത് പറഞ്ഞു. നെക്സ്റ്റ് ഇനി ഞാൻ അവസാനമായിട്ട് ഈ കേരള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഈ കേരള മുസ്ലിം, ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരുപാട് കാര്യം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചതാണ്. നോർത്തിൽ നമ്മൾ കാണുന്ന യുനാനിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് എങ്ങനെയാണ് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലേക്ക് വരാനുള്ള വല്ല സാധ്യതകളുമുണ്ടോ അല്ലെങ്കിൽ വല്ല ചാനൽസും ഉണ്ടോ എന്നുള്ളതാണ്.
അതിൽ നമുക്ക് കേരള മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ചില പ്രധാനപ്പെട്ട തീമുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സാംസ്കാരികപരമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ നോർത്ത് ഇന്ത്യൻ മുസ്ലിംസിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്നുള്ള ഒരു നിലപാടാണ്. കൾച്ചറലി കേരള മുസ്ലിംസ്, ദ മുസ്ലിംസ് ഇൻ സൗത്ത് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദെയർ നോർത്ത് ഇന്ത്യൻ കൗണ്ടർ പാർട്സ്. അതുപോലെ തന്നെ പിന്നെ നോർത്ത് സൗത്ത് കണക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കേരള മുസ്ലിങ്ങൾക്ക് നമുക്കറിയാമല്ലേ, അത് പറയേണ്ട ആവശ്യമില്ല, കേരള മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അറബികളുമായിട്ടും ഇസ്ലാമിക മറ്റ് പേർഷ്യൻ സംസ്കാരങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഡയറക്റ്റ് കണക്ഷനായിരുന്നു. അതായത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, മറിച്ച് കച്ചവട ബന്ധത്തിലൂടെ ഡയറക്റ്റായിട്ട്, പ്രത്യേകിച്ച് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല, ഇവിടെ കച്ചവടക്കാർ കേരളക്കരയിൽ വരാറുണ്ടായിരുന്നു, പേർഷ്യക്കാർ വരാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അറബികൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കേരള അറബ് ബന്ധമുണ്ടായിരുന്നു. പിന്നീട് പ്രവാചകൻ്റെ വരവോടുകൂടി ഇസ്ലാം കേരളത്തിൽ വ്യാപിക്കുകയാണ് ചെയ്തത് എന്നാണ് ഒരുവിധം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഓക്കെ, അപ്പം കേരള മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു ഡയറക്റ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്നു കേരളം സെൻട്രൽ ഏഷ്യൻ തമ്മിൽ. മറ്റൊന്ന് പിന്നെ അത് പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽ തന്നെ തുടങ്ങിയിരുന്നു കേരള മുസ്ലിങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കേരള മുസ്ലിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ കേരള മുസ്ലിങ്ങൾ കുറച്ചുകൂടി മറ്റെല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി നിലനിന്നിരുന്ന ഈ ഒരു കച്ചവട സാംസ്കാരിക ബന്ധത്തിൻ്റെ ഫലമായിട്ട് കേരള മുസ്ലിങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചറാണ് ഇവിടെ. അതായത് ഇവിടെ കേരളത്തിനകത്ത് എല്ലാ രാജ്യങ്ങളുടെയും ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഈ 300 BC തന്നെ മലബാറിനെ കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ ചില യാത്രികരുടെ അക്കൗണ്ട്സ് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേർഷ്യൻ ഹിന്ദുസ്ഥാനി കൾച്ചർ, ഒരു ഹിന്ദുസ്ഥാനി കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു യുനാനിയുമായി ബന്ധപ്പെട്ട ആ കൾച്ചർ, സംസ്കാരം കേരളത്തിലേക്ക് വരാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? ആ സാധ്യത എന്ന് പറയുന്നത്, ഒന്ന്, ചരിത്രകാരന്മാർ പറയുന്നത് ഈ കായൽ പട്ടണത്തുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്ന ലബ്ബ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പട്ടാണീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ലബ്ബായികൾ അവരെ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഈ കോരമണ്ഡൽ റീജിയൻ, കോരമണ്ഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ ഈസ്റ്റ് ഭാഗത്തുള്ള പിന്നെ ഭാഗം, പിന്നെ കോസ്റ്റൽ റീജിയൻ കോരമണ്ഡൽ, ആ കോരമണ്ഡൽ റീജിയൻസ് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് സൗത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ക്യാമ്പയിൻസ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ലബ്ബായികൾ, പട്ടാണീസൊക്കെ ഒരു ഇസ്ലാമിക് സംസ്കാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുന്നു. ഇനി അവർ ഫോളോ ചെയ്യുന്ന ഒരു സൂഫി വേസ് ഓഫ് ലൈഫ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള പിന്നെ പല ഈ പേർഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പേർഷ്യൻ കൾച്ചറൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള സൂഫി വേസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊണ്ടോട്ടി തങ്ങന്മാരൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന സൂഫി വേ അല്ല, അത് റിജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതല്ലാതെയുള്ള സൂഫി, ഒരു പേർഷ്യൻ രീതിയിലുള്ള സൂഫി വേസ് ഓഫ് ലൈഫൊക്കെ പൊന്നാനി മഖ്ദൂമുകളിലൂടെയൊക്കെ കേരളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പല മുസ്ലിങ്ങളും, കേരള മുസ്ലിങ്ങളും മാപ്പിളമാരെന്ന് വേണമെങ്കിൽ വിളിക്കാം, ഞാനത് കേരള മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. ഹിസ്റ്ററി ബുക്കിലൊക്കെ പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന പദം എന്ന് പറയുന്നത് മാപ്പിളാസ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മാപ്പിളമാർ പല തമിഴ് മുസ്ലിം സെൻറ്റേഴ്സും വിസിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാൽപട്ടണം പോലത്തെ മുസ്ലിം സെൻറ്ററുകൾ വിസിറ്റ് ചെയ്തിരുന്നു, അവിടുത്തെ പേർഷ്യൻ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോർത്തിലും സൗത്തിലും ഡെവലപ്പ് ചെയ്ത ഇസ്ലാം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊണ്ടോട്ടിയിൽ ഒരു തങ്ങളുണ്ടായിരുന്നു, ഒരു മുഹമ്മദ് ഷാ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൊണ്ടോട്ടി തങ്ങൾ എന്നാണ് അറിയപ്പെടുക. കൊണ്ടോട്ടി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊണ്ടോട്ടി, അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ പള്ളിയും ഒക്കെ അതൊരു പേർഷ്യൻ സ്റ്റൈലിലാണെന്നാണ് പറയുന്നത്. പൊതുവേ കേരളത്തിലുള്ള പള്ളികളൊക്കെ എന്താണ് ഒരു പിന്നെ ജൈന സ്ട്രക്ചറിലാണ് പള്ളികൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ കൊണ്ടോട്ടിയിലുള്ള ചില പള്ളികൾ മാത്രം നിങ്ങൾക്ക് പേർഷ്യൻ ആർക്കിടെക്ചറിൽ കാണാൻ പറ്റും. അപ്പം പിന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളിലൊക്കെ ഈ പേർഷ്യൻ പദങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടിലും പടപ്പാട്ടിലൊക്കെ തമിഴ് സ്വാധീനം, അതോടൊപ്പം തന്നെ പേർഷ്യൻ വാക്കുകളുടെ സ്വാധീനങ്ങൾ നന്നായിട്ട് വരും. പിന്നെ അപ്പോൾ എന്തായാലും കേരള മുസ്ലിങ്ങൾ, മാപ്പിളമാരെന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കോസ്മോപൊളിറ്റൻ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. അവരുടേത് ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് ഒരു പീസ്ഫുൾ കൊമേഴ്സിലൂടെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കോൺക്വസ്റ്റിലൂടെയാണ്, ഒരു അക്രമത്തിലൂടെയുള്ള കീഴടക്കലാണെങ്കിൽ ഇവിടെ സമാധാനപരമായ കച്ചവടത്തിലൂടെ ഇസ്ലാം. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള കൾച്ചറാണ്, ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു കൾച്ചറാണ്, ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ ഒരു നോർത്ത് സൗത്ത് മുസ്ലിം ഇൻട്രാക്ഷൻസ് സംഭവിക്കുന്നത്
ഉണ്ടാക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഈ കർണാടക, അതുപോലെ തന്നെ ഈ ഇപ്പോഴുള്ള ആന്ധ്രാപ്രദേശ്, ഈ പിന്നെ തെലുങ്കാന പോലത്തെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഏക മുസ്ലിം സുൽത്താനേറ്റ്സ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ബഹമാനി കിങ്ഡം ഉണ്ടായിരുന്നു. അത് പിന്നെ 3 കിങ്ഡമായിട്ടൊക്കെ മാറിയിട്ട് ബീജാപ്പൂർ സുൽത്താൻമാർ, അതുപോലെ തന്നെ ഗോൽക്കൊണ്ട ഫോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ കർണാടകയിലൊക്കെയാണ് ഈ പറഞ്ഞ മുസ്ലിം സുൽത്താനേറ്റൊക്കെ ഉള്ളത്. ഇവിടെ ശരിക്കും ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷിയായിസത്തോട് കുറച്ചും കൂടി ഒരു അലയൻസ് ഉള്ള ലീനേജ് ഉള്ള ആളുകളായിരുന്നു. ഇവരുടെ കോർട്ടിലേക്ക്, പ്രത്യേകിച്ച് ബഹമാനി കിങ്ഡത്തിൻ്റെ അവരുടെ കോർട്ടിലേക്ക്, അവരുടെ പിന്നെ കൊട്ടാരങ്ങളിലേക്ക് ഒരുപാട് പേർഷ്യൻ പിന്നെ യുനാനി ഫിസിഷ്യൻസ് വിസിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ഭയങ്കരമായ നല്ല സ്ഥാനം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവരും കേരളവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻ്റർ കൾച്ചറൽ കോണ്ടാക്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ആകെ ഒരു കോണ്ടാക്ട് വരുന്നത് മൈസൂർ സുൽത്താൻമാരായിരുന്ന ഹൈദരലി, ടിപ്പു സുൽത്താൻ, അവരുടെ അത് കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഈ ക്യാൻ പണിക്കർ, മില്ലറൊക്കെ അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒരു പേർഷ്യൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സംസ്കാരവും കേരളവുമായിട്ടുള്ള ഒരു ബന്ധം നിസാമിയ ദർസ് ഒരു സിസ്റ്റം വരലോട് കൂടിയാണ്. അതായത് ആർക്കോട്ട് രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ, മദ്രാസിന് ഇടയിലുള്ള വലിയൊരു പ്രദേശമാണ് ആർക്കോട്ട് കിങ്ഡം. അതൊരു മുസ്ലിം ഒരു കിങ്ഡമായിരുന്നു. അവർ ശരിക്കും ആ ഒരു കിങ്ഡത്തിൻ്റെ അവരുടെ അധികാര സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർപ്പള്ളി, തിരുനെൽവേലി വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആർക്കോട്ട് കിങ്ഡം എന്ന് പറയുന്ന ഒരു മുസ്ലിം കിങ്ഡം ഡെവലപ്പ് ചെയ്തപ്പോൾ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഈ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ ഒരുപാട് പിന്നെ ഡെക്കാൻ മുസ്ലിം കൾച്ചർ തമിഴ്നാട് മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതും മാപ്പിളമാരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ അവരുടെ ഒരു എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഭാഗമായിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ വെല്ലൂർ, അതുപോലെ തന്നെ ഉമറാബാദ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്തു. അവിടേക്ക് മാപ്പിളമാർ പോയിട്ട് ഉപരിപഠനത്തിനൊക്കെ അവിടെ പോയി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന തരത്തിലുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള യുനാനി കമ്മ്യൂണിറ്റി, യുനാനി ഫാമിലി കമ്മ്യൂണിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നൊരു വസ്തുതയാണ്. അപ്പം പക്ഷേ ഈ മെഡിസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർ കൾച്ചറലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാണുന്നില്ലെങ്കിൽ പോലും സൗത്തിലെ മുസ്ലിങ്ങൾ നോർത്തിലെ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയത്തിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് അലിഗഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ സൗത്ത് മുസ്ലിംസിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഇൻ്റലക്ച്വലായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ മുസ്ലിം പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നെക്സ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഒരു ഫേവർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലെ യുനാനിയുടെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രെൻഡ്സ് നമുക്ക് കാണാൻ കഴിയും. അത് പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നോർത്ത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത പോലത്തെ ഒരു യുനാനി ആസ് എ കൾച്ചർ, യുനാനി ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ വെൽബീയിങ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ചില ഇനിഷ്യേറ്റീവ്സ് നമ്മൾ കാണുന്നുണ്ട്. ചില പേഴ്സണാലിറ്റി, ചില ഓർഗനൈസേഷൻസൊക്കെ യുനാനി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അജ്മൽ സാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ പറയപ്പെടേണ്ട പേരുകളാണ്. യുനാനി സയൻസ് അക്കാദമി പോലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കേരള യുനാനി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ബോഡികൾ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ. അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ ഫസ്റ്റത്തെ പ്രൊഫഷണൽസ്, പിന്നെ അത് 100 പിന്നെ 150 പിന്നെ 200. അതുപോലെ തന്നെ ഈ ഹംദർദ് ലബോറട്ടറികളുടെ ഫ്രാഞ്ചൈസ് പോലെയുള്ള ഈ യുനാനി ഡ്രഗ്സ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ചപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട പേരായിരുന്നു ഹക്കീം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഹക്കീം. അദ്ദേഹം ഹൈദരാബാദ് ഡയറക്റ്റായിട്ട് നിസാംസ് കോളേജിൽ പഠിച്ച് വന്നുകൊണ്ട് ഒരുപാട് പേർഷ്യൻ, അറബിക് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം എന്തായാലും ഇത്തരത്തിൽ വ്യക്തിപരമായി നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സും ഒക്കെ യുനാനിയെ പോപ്പുലറൈസ് ചെയ്യുന്നതിലും ഒരു ഫോർമൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പോലെയൊക്കെ രൂപപ്പെടുത്തിയിട്ട്, അപ്പോൾ അവരൊക്കെ ഈ അസോസിയേഷൻ ഒരുപാട് 2000 കാലഘട്ടത്തിൽ ഒരുപാട് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരുപാട് സെമിനാറുകളും ഫ്രീ മെഡിക്കൽ ക്യാമ്പ്സൊക്കെ സംഘടിപ്പിച്ചിട്ട് യുനാനി ഒരു പൊതുജനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള മെഡിസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാലഞ്ചുകൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണലായിട്ടും ഓർഗനൈസേഷനിലായിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിലും ഒരുപാട് ചാലഞ്ചുകൾ നമ്മൾ നേരിടുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ യുനാനി ഈ പറഞ്ഞ
ഹക്കീം അജ്മൽ, അതുപോലെ ഹക്കീം ഹുസൈൻ, ഇവരൊക്കെ ഒരുപാട് പിന്നെ മാഗസിൻസൊക്കെ ഇറക്കുന്നുണ്ട് പണ്ട് മുതലേ. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് പണ്ട് ഇറങ്ങിയിരുന്ന അവരുടെ ആർക്കൈവ്സൊക്കെ നോക്കിയിട്ട് പണ്ട് അവർ ഇഷ്യൂ ചെയ്തിരുന്ന മാഗസിൻസൊക്കെ ഒന്ന് വായിച്ചപ്പോൾ എന്ത് ആശയമാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ അതിൻ്റെ ഒരു തീംസ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മാഗസിൻസിലും അവർ ശ്രമിക്കുന്നത് യുനാനിയുടെ ഒരു ശാസ്ത്രീയതയെ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ചില ടോക്സിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. യുനാനിയുടെ സയൻറ്റിഫിസിറ്റി എന്നുള്ള എൻ്റെ വാക്കാണ്, അത് അങ്ങനെ വാക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെ ശാസ്ത്രീയത എന്ന് പറയാൻ വേണ്ടി സയൻറ്റിഫിസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, ഒരു എല്ലാത്തിനെയും നമ്മൾ ശാസ്ത്രീയത നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. ആക്ച്വലി ജനങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് സൂപ്പർസ്റ്റിഷ്യസ്, നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് നമ്മളെ പിന്നെ സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ പോലെ ഈ റീസെൻ്റായി നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇത്തരത്തിൽ ഈ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെയാണെങ്കിലും ഈ പബ്ലിക് ചർച്ചയിൽ എല്ലാവരും ചർച്ച അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചത്, അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ നമ്മളിപ്പോൾ TV ചർച്ചയിൽ വന്നിട്ട് അതിന് ശാസ്ത്രീയത എന്താണ്, അതെന്താണ് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും ചോദിക്കുമെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് വെച്ചാൽ ഏതെങ്കിലും പിന്നെ ഒരു ഹോമത്തിലൂടെ ഒക്കെ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മളോട് കാണുന്നത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പബ്ലിക് മെഡിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ശാസ്ത്രീയത എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഹോമിയോയെ ഇങ്ങനെ പിന്നെ അതിനെ എതിർക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുമുള്ള ഒരു മെഡിക്കൽ ഡിസ്കോഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ഈ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരുടെ മെഡിസിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ശ്രമിക്കുന്നതും അതിന് ശാസ്ത്രീയമല്ല എന്ന് തെളിയിക്കുന്ന ഒരു വിഭാഗം. പക്ഷേ നേരത്തെ ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ അറിവുകൾ ശാസ്ത്രീയ അല്ലെങ്കിൽ അറിവുകൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടത് മാത്രമാണോ അറിവ് എന്നുള്ളതാണ്. ഈ നോളജ് എന്ന് പറയുന്നത് നോളജായിട്ട് പിന്നെ പരിഗണിക്കപ്പെടുന്നത് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമൊന്നുമല്ല. ഓക്കെ, അത് വേറെ ചർച്ച, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഒരു ഫിലോസഫിക്കലായ ചർച്ചയാണ്. അപ്പോൾ ഈ യുനാനിയെ ഒരു സയൻറ്റിഫിക്കായി അവതരിപ്പിക്കാനുള്ള ഒരു ചലഞ്ചാണ് ഇവിടുത്തെ യുനാനി പ്രാക്ടീസ് നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ യുനാനി മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഹീലേഴ്സ് ഇതിൽ ഉള്ള പ്രസൻസാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ അവരൊക്കെ എന്താണ് മന്ത്രവാദികളാണ്, അവർ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്ന കാര്യം ചെയ്യും. പക്ഷേ അവർ പറയും ഞാൻ യുനാനി മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത് യുനാനി മെഡിസിൻ ആയിക്കൊള്ളണമെന്നില്ല. യുനാനി അവർ ശരിക്കും പ്രൊഫഷണലി പഠിച്ചവരുമല്ല, പക്ഷേ അവർ യുനാനി പ്രാക്ടീസ് ചെയ്യും. ആളുകൾക്കിടയിൽ അവർക്ക് ഭയങ്കര പോപ്പുലറാണ്, ചില തങ്ങന്മാരൊക്കെ. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സൗത്ത് മലബാർ, നോർത്ത് മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ള പിന്നെ യുനാനി പ്രാക്ടീഷണേഴ്സിൻ്റെ സ്വാധീനം നമുക്ക് പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ യുനാനി എപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ആയുർവേദത്തിൽ നിന്നും ഡീലിനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഓക്കെ, അതൊരു ആവശ്യമായിട്ട് നിങ്ങൾ മാഗസിൻസിലൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് യുനാനി എന്ന് പറയുന്ന ആയുർവേദമല്ല, ആയുർവേദം വേറെയാണ്, യുനാനി വേറെയാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ പൊതുവെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ചാലഞ്ച് ഞാനവിടെ എഴുതിയിട്ടില്ല. മറ്റൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച ആ ഒരു കമ്മ്യൂണലൈസേഷൻ ഓഫ് ദി മെഡിസിനാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം വൈദ്യശാസ്ത്രത്തെ വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിഷാദ് കൈസറിൻ്റെ ആർട്ടിക്കിൾക്ക് അദ്ദേഹം അത് ആർഗ്യൂ ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് നമുക്കറിയാം, ഇവിടെ മുസ്ലിം വൈദ്യാസ് ഉണ്ടായിരുന്നു, തങ്ങൾ വൈദ്യാസ് ഉണ്ട്, അവരൊക്കെ യുനാനി ഡ്രഗ്സും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്യുലർ ഒരു സ്ഫിയറാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യുനാനിക്ക് ഇത്തരത്തിൽ മെഡിസിനെ കുറച്ചും കൂടി റേഷണലായിട്ടും സയൻറ്റിഫിക്കായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സ്ഫിയർ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ പോലും ആയുഷ് മെഡിസിനകത്ത് പ്രത്യേകമായിട്ട് ആയുർവേദത്തെ ഒരു കുറച്ചും കൂടി അതിനെ എൻഡോഴ്സ് ചെയ്യുകയും മറ്റ് മെഡിസിൻസിനൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ, ഞാൻ ഈ ഉസ്താദന്മാർ എഴുതിയിട്ടുള്ള ബുക്കുകളൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ അറബി മലയാളത്തിലുള്ള ബുക്കുകളുടെ കാരണം ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ലിംഗ്വ ഫ്രാങ്ക, അതായത് മുസ്ലിങ്ങളുടെ ഒരു കോമൺ ഭാഷ എന്ന് പറയുന്നത് അറബി മലയാളമായിരുന്നു. പ്രത്യേകിച്ച് അവർ മലയാളം അവർക്ക് വായിക്കാൻ അറിയില്ല. അറബി മലയാളം എന്ന് പറയുന്ന ഒരു ലിപിയായിരുന്നു സാധാരണക്കാർ വായിച്ചിരുന്നത്. ആ സാധാരണക്കാരുടെ ഭാഷയായിട്ട് അറബി മലയാളത്തിൽ ഇത്തരം ബുക്കുകൾ എഴുതുകയും അത് ഭയങ്കരമായിട്ട് പ്രചാരം നേടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ബുക്കുകളൊക്കെ നോക്കി. പ്രത്യേകിച്ച് ഈ ഒറ്റമൂല്യമായി ബന്ധപ്പെട്ട ഉപകാരസാരം എന്ന് പറഞ്ഞ ബുക്ക്, അതുപോലെ തന്നെ ഈ അഷ്ടാംഗ ഹൃദയമൊക്കെ അതൊരു അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ, ഈ തിബ്ബെ അത്ഫാൽ കുട്ടികൾക്ക് ഉള്ള ഒരു അറബി മലയാളത്തിൽ പണ്ടത്തെ ബുക്കാണ്, കൈയെഴുത്ത് പ്രതികളാണ് അതൊക്കെ.
അതുപോലെ തന്നെ എന്താണ് വിഷചികിത്സ, ഒരു കുട്ടി ഓരോ ഏജിലും എന്താ ചെയ്യേണ്ടതെന്നുള്ള അതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതിനകത്ത് മെഡിസിൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു നാരെടുത്ത് ചെയ്താൽ മതി. പക്ഷേ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതും അവതരിപ്പിക്കും. എന്ത്? ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ എഴുതി കെട്ടി എഴുതേണ്ട ടേബിൾ മനസ്സിലായി നിങ്ങൾക്ക്? പിന്നെ എന്തായാലും പറയാം, നമ്മൾ അറബിയിലൊരു പ്രയോഗമുണ്ട്, ത്വത്സമാത്തിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ കുട്ടിയുടെയും അമ്മയുടെയും പേര് കൂട്ടി നോക്കിയിട്ട് അഭിജിത് സിസ്റ്റത്തിലൂടെ അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഇങ്ങനെ പിന്നെ ഒരു കള്ളി എന്ന് പറയും, കള്ളി വരച്ചിട്ട് അത് പിന്നെ അരസിലാക്കി കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെ വരുന്നു? ഇതിനകത്ത് ഫോക്ക് മെഡിസിൻ വരുന്നുണ്ട്, ഒരുപക്ഷെ യുനാനി മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിസിൻസ് വരുന്നുണ്ട്, ആയുർവേദിക് മെഡിസിൻസ് വരുന്നുണ്ട്, ഒറ്റമൂലികൾ വരുന്നുണ്ട്, പ്ലസ് ഈ ത്വത്സമാത്തുകൾ. ഇത്തരത്തിലുള്ള ബുക്കുകളാണ് അധികവും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബുക്കുകളൊക്കെ അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക വഴി, അത് അറബി മലയാളത്തിൽ ഇപ്പോൾ ഈ അഷ്ടാംഗ ഹൃദയ പോലത്തെ ബുക്കുകൾ പിന്നെ അറബി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ബുക്കുകൾ അറബി മലയാളത്തിൽ എഴുതപ്പെട്ടു. അത്തരത്തിലുള്ളൊരു പോപ്പുലർ ലാംഗ്വേജ് ഒരു പക്ഷേ യുനാനിക്ക് ഇല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത് അത്തരത്തിലൊരു പോപ്പുലർ ആവാൻ പറ്റാതെ പോയത്. അപ്പോൾ ഉറുദു, പേർഷ്യൻ എന്നുള്ളൊരു ഭാഷയുടെ ഒരു ബാരിയറാണ് ഈ പിന്നെ എന്താ പറയുക യുനാനിക്ക് ഒരു ഭയങ്കര പോപ്പുലറായിട്ടുള്ള മെഡിസിനായിട്ട് തുടക്കകാലത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് യുനാനി ഫിസിഷ്യൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ലാസ്റ്റ്. പക്ഷേ ഇപ്പോൾ പോലും ഞാൻ അവസാനത്തെ സ്ലൈഡാണ്. പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് മുസ്ലിം ഓർഗനൈസേഷൻസ്, അത് ഈ മർക്കസ് പോലത്തെ മുസ്ലിം ഓർഗനൈസേഷൻസൊക്കെ അതിന് പ്രാധാന്യം മനസ്സിലാക്കി ഇത്തരം പ്രാക്ടീസുകൾ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ എപ്പോഴാണ് ഉറുദു, ഇപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഒരു ഫിസിഷ്യൻ, മലയാളി ഹക്കീം ഉറുദുവിൽ സംസാരിക്കുന്നു. ഞാൻ ഉറുദുവിൽ പറയാൻ വിചാരിച്ചത് മറന്നുപോയതാണ്. जो मैंने देखा तो उसने बोला कि उर्दू में बात करते हैं, उर्दू में बातचीत करता है. അപ്പോൾ ഈ ഉറുദുവിൽ ഒരു മലയാളി പണ്ഡിതൻ സംസാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ പ്രത്യേകിച്ച് ദർസ് സിസ്റ്റം മാറിയിട്ട് പ്രത്യേകിച്ച് ഈ അറബി കോളേജുകൾ അല്ലെങ്കിൽ മതഭാഷ അല്ലെങ്കിൽ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വരവോടുകൂടി വന്നിട്ടുള്ള ഉറുദുവിനെ നേടിയെടുക്കുക അല്ലെങ്കിൽ ഉറുദുവിനെ പഠിച്ചെടുക്കുക, എന്നിട്ട് ആ ഉറുദു ലാംഗ്വേജിലൂടെ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് ഇപ്പോൾ ദാർലുദ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ഓർഗനൈസേഷൻസ്, എല്ലാ റിലീജിയസ് ഓർഗനൈസേഷൻസും കേരളത്തിലുള്ള എല്ലാ മതസംഘടനകൾക്കും നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഓഫീസുകളുണ്ട്, നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ പോലെയല്ല ഉറുദു എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ അറിവിൻ്റെ ആ ഹെറിറ്റേജ്, ആ പൈതൃകം റീക്ലെയിം ചെയ്യുകയും അതുവഴി നമുക്ക് ഒരു അറിവിനെ സംരക്ഷിച്ച് നിർത്തുകയും, അറിവ്, ഞാൻ നേരത്തെ മിഷേൽ ഫൂക്കോ പറഞ്ഞ പോലെ അറിവ് എന്നുള്ളത് എപ്പോഴും അധികാരത്തിൻ്റെയും പവറിൻ്റെയും അതുപോലെ തന്നെ ശാക്തീകരണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് അറിവാണ്. ദ നോളജ് ഈസ് പവർ ആൻഡ് പവർ ഈസ് നോളജ് എന്നുള്ളതാണ് മിഷേൽ ഫൂക്കോ ഒക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ അറിവിനെ തിരിച്ചു പിടിച്ച് അതിനെ ഒരു പ്രൊമനൻ്റ് ആക്കി മാറ്റിയിട്ട് അതിനെ ഒരു സയൻറ്റിഫിക് മെഡിസിനായി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള മർക്കസ് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള സംഘടനാ തലത്തിൽ വ്യക്തിപരമായിട്ട് നടത്തുന്ന ഡെവലപ്മെൻറ്റ്സുകൾ സ്വാഭാവികമായിട്ട് വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്, നമ്മളത് കാണുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഇതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.